ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ കുക്കിംഗ് ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് പുറത്ത് പോകണം. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പം തന്നെ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അപ്പത്തിനുള്ളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വെക്കാം. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഒരു കോഫി കുടിക്കുന്നത്. കോഫി കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, എന്താണെന്നറിയില്ല, അഡിക്റ്റ് ആയിപ്പോയി. കോഫി അല്ലെങ്കിൽ ഒരു ചായ രാവിലെ എണീക്കുമ്പോൾ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാതിരിക്കുമ്പോൾ ഒരു തലവേദന അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഒരു തോന്നലായിരിക്കാം മേ ബി. അങ്ങനെ അപ്പം ഉണ്ടാക്കി, കറി ഏകദേശം സെറ്റാവാറായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം ഞാൻ വീട്ടിൽ മാവരച്ച് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ അപ്പത്തിൻ്റെ ഫുൾ ബാറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഓരോ ദിവസം ഓരോ കണ്ടൻറ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ അപ്പം ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഈ അപ്പത്തിന് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവൽ നനച്ചതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതാ കടുക് വറുത്തു. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച തേങ്ങ അരപ്പും ചേർത്തു. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച ഗ്രീൻ പീസില്ലേ വേവിച്ച് വെച്ച, അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ കറി തിളച്ച് കഴിഞ്ഞാൽ കറി ഓക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടുണ്ട്. ഇനി 2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പുറത്ത് പോകുന്നത്. കുറച്ചധികം സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരും കൂടി വരുന്നതായതുകൊണ്ട് പെട്ടെന്നൊരു ലഞ്ചും കൂടി കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് പൈനാപ്പിളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഇതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ്ട് കിടന്ന് അത് ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ്, പൈനാപ്പിൾ ഫ്രൈഡ് റൈസും ഏകദേശം സെറ്റായിട്ടുണ്ട്. റൈസ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഫുഡാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.